അപ്പോൾ ഡേ ഇൻ മൈ ലൈഫിലെ ഫസ്റ്റത്തെ വ്ളോഗാണ് ഇട്ടത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മളല്ലാതെ കുറച്ച് പേരും കൂടി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. സോ അവരെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് February 14 വാലന്റൈൻസ് ഡേ ആണ്. സോ വാലന്റൈൻസ് ഡേയുടേതായിട്ടുള്ള പ്രോഗ്രാം നമുക്ക് നടക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ വീട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭാര്യ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് നമ്മുടെ അടുക്കള കേട്ടോ. അപ്പോൾ അടുക്കളയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് രണ്ടുപേരും അവിടെ കാണാം. അതിലൊരാൾ നമ്മുടെ കുക്കാണ്, ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അവളെ തന്നെ ഫ്രണ്ടാണ്. അപ്പോൾ അവൾ ഒരാഴ്ച രണ്ടാഴ്ച അത് പഠിച്ചിട്ട് അവൾ വേറെ വീടുകളിൽ കുക്ക് ചെയ്യാൻ വേണ്ടി പോകും. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ നമ്മളും നമ്മുടെ ഭാഗത്ത് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അതായത് ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ ആരൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് കാണുന്നത് ഈ ടാങ്കിലുള്ള ഫിഷാണ്. ഒരു ഫിഷിനെ പെറ്റാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് വലിയ ഡൗട്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കണ്ടോടുകൂടി എനിക്ക് ആ ഡയറ്റ് മാറിയിട്ടാ. അപ്പൊ ഇവ മാത്രമല്ല ഇതുപോലെ ചെറിയ ചെറിയ മീനുകൾ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. കാരണം നമ്മൾ ബാക്കിൽ ഒരു ഫുൾ ടാങ്ക് വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ആ ടാങ്കിൽ നിന്നുള്ള നല്ല നല്ല ഫിഷിനെ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു അക്വേറിയത്തിൽ നമ്മൾ സാധാരണ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ 3-4 അക്വേറിയം വേറെ ഇരിക്കുന്നുണ്ട്. സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോഴും അതിന്റെ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടാങ്കുകൾ. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഇവിടുത്തെ ഫ്രിഡ്ജ് ബോക്സ് ഒന്നും കിട്ടാനില്ല. അപ്പോൾ അതായത് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന തെർമോക്കോളിന്റെ ഒരു പെട്ടി വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യാറ്. സോ ഇതിലൊന്നും മീനുകൾ അധികം കാണില്ല. കാരണം കുറെ മീനുകളൊക്കെ ചത്തുപോയി. കാരണം വീട് ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്കത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അതിലും ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാം. ഇനിയിപ്പോൾ ഇത് നല്ല രീതിക്ക് ഒന്ന് സ്പ്രെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യക്കാർക്കൊക്കെ നമ്മളിവിടെ ലോക്കലായിട്ട് സപ്ലൈ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബട്ടർ കോഫി ആയിട്ട് വീട്ടിൻ്റെ പുറത്തേക്ക്. ഇവരാണ് ഞങ്ങളുടെ അടുത്ത താരം, അതായത് സ്ക്രൂഫി. ഇവൻ ഞങ്ങൾക്ക് കൊറോണ സമയത്ത് കിട്ടിയൊരു ഗിഫ്റ്റ് ആയിരുന്നു. കുറച്ച് നാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അഡോപ്ഷനായിട്ട് നമുക്ക് ചർച്ചിന് കൊടുത്തു. പിന്നെ അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നു. അവനെ അവിടത്തെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ ഞങ്ങളൊപ്പം തന്നെ നിൽക്കാനാണ്. സോ ഞങ്ങളൊപ്പം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. ഇനി എൻ്റെ വീട്ടിലുള്ളതാണ് ഇവൻ സെനഗൽ പാരറ്റ്. ഇവനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുകൊണ്ട് ഞാൻ അധികം അടുത്ത് പോകാറില്ല. നമ്മുടെ ഫ്രണ്ട് എന്നാണ്. സോ അവനും നമ്മുടെ കൂടെ തന്നെയാണ് കേട്ടോ. ഇവനാണ് ഇനി അടുത്ത താരം, അതായത് മിട്ടു. ഇവനെ എനിക്ക് ചെറുപ്പത്തിലെ, അതായത് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. സോ അതുകൊണ്ട് ഇവനും ഞാനും തമ്മിലൊരു വലിയൊരു ബന്ധം തന്നെയുണ്ട്. 10-12 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉള്ളവനാണ് ഇവൻ മിട്ടു എന്ന് പറഞ്ഞത്. കാരണം ഇവനെ പുറത്തേക്ക് ആക്കി കഴിഞ്ഞാലും അവന് യാതൊരു പ്രശ്നമില്ല. അവൻ പറക്കലും കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞാലും നമ്മുടെ അടുത്തേക്ക് തന്നെ വരും ചെയ്യും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുതിയ വീടായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാനിപ്പോഴും അവനെ കേജിലിട്ടത്. അല്ലെങ്കിൽ ഞാൻ പുറത്ത് വീട്ടിലും അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനെ പുറത്തുകൊണ്ട് നടക്കാറുണ്ട് കേട്ടോ. ഇവൻ പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. അതായത് ആഫ്രിക്കൻ ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും നന്നായി സംസാരിക്കുന്ന ബാറ്റാണ്. ഇവന്റെ സംസാരം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ചിലപ്പോൾ സെക്യൂരിറ്റി ആണോ ഹൗസ് ഗേൾ ആണോ എന്ന് പറയാൻ പറ്റില്ല. അവരുടെ സ്ലാങ്ങിൽ വരെ സംസാരിക്കാൻ കഴിവുള്ള ഒരു പക്ഷി തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടിലേക്ക് ഇവനെ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ഇവിടുത്തെ ഒരു ലോ പ്രകാരം നൈജീരിയയിൽ നിന്ന് ഒരിക്കലും ആഫ്രിക്കൻ പാരറ്റ്സിനെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. സോ ഞാൻ എത്രത്തോളം നാൾ നാട്ടിലുണ്ട്, എത്രത്തോളം നാൾ ഞാൻ നൈജീരിയയിലുണ്ട്, അത്രത്തോളം നാൾ ഇവർ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. സോ ഇതുപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസ് വീണ്ടും വരുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ കീപ് വാച്ചിങ് ഇൻഡോ നൈജ ഫാമിലി.